ക്ലാസ് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ഡേ 2 ആനുവൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് ആക്ടിവിറ്റി 6 ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പ്സ്. നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. എന്തൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഫ്ലവേഴ്സ്, റിബൺ, അതുപോലെ തന്നെ ബലൂൺ. ഫ്ലവേഴ്സ് ആണുള്ളത്. ഋതികയുടെ കയ്യിൽ 20 ഫ്ലവേഴ്സ് ഉണ്ട്. അത് ഋതിക എങ്ങനെയൊക്കെ ആയിരിക്കും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് നമുക്ക് എഴുതണം. 2 ഗ്രൂപ്പ്സ് ആക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാ ചെയ്യുക? 10 അങ്ങനെ ആക്കി മാറ്റാം അല്ലേ. അതുപോലെ തന്നെ മിനിക്കുട്ടിയുടെ കയ്യിൽ 20 റിബൺ ആണുള്ളത്. എത്ര ഗ്രൂപ്പ് ചെയ്യണം? 2 ഗ്രൂപ്പ്സ് ആക്കണം. അപ്പോൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? 19 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 18 2 എന്ന് എഴുതാം അല്ലേ. 17 3 എന്ന് എഴുതാം. രാജിയുടെ കയ്യിൽ 20 ബലൂൺസ് ആണുള്ളത്. 2 ഗ്രൂപ്പ്സ് ആക്കി എങ്ങനെ ചെയ്യാം? 15 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 11 9 എന്ന് എഴുതാം. ഇനി എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? ഔട്ട് ഓഫ് ദ 18 ഫ്ലവേഴ്സ് ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് വർ ഗിവൻ ടു മീനു. അതായത് 18 ഫ്ലവേഴ്സിൽ നിന്ന് ഹാഫ് ഫ്ലവേഴ്സ് മീനുവിന് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 18ന്റെ ഹാഫ് കാണണം അല്ലേ. 10 + 8 ആണല്ലോ 18. 10ന്റെ ഹാഫ് 5, 8ന്റെ ഹാഫ് 4. 5 + 4 എത്രയാ? 9 അല്ലേ. അപ്പോൾ 18ന്റെ ഹാഫ് എത്രയാണ്? 9 ആണ്. അപ്പോൾ മീനു ഗോട്ട് എത്ര ഫ്ലവേഴ്സ് ആണ്? 18ന്റെ ഹാഫ്. 18 ഫ്ലവേഴ്സിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 9 ഫ്ലവേഴ്സ് ആണ് അല്ലേ. അപ്പം 9 ഫ്ലവേഴ്സ് എന്നാണ് വരിക. അടുത്തത് പ്രവർത്തനം 7 എന്തെല്ലാം പറഞ്ഞിരിക്കാം എന്നാണ് കേട്ടോ. ഇവിടെ ഋതികയും മുത്തശ്ശിയും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ നമ്മളോട് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഋതിക എന്താ ചോദിക്കുന്നത്? മുത്തശ്ശി ഇത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പം മുത്തശ്ശി പറയാണ് ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. ഇനി ബാക്കി നമ്മൾ പൂരിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഋതിക കുട്ടീനെ എന്ത് ചെയ്യും? പരിചയപ്പെടുത്തൂ അല്ലേ. ഇതാണ് രാജി, എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പം മുത്തശ്ശി എന്താ പറയുക? ആണോ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഋതിക ഞങ്ങൾ കളിക്കാൻ പോകുകയാ എന്ന് പറയാം അല്ലേ. അപ്പോൾ മുത്തശ്ശി എന്താ പറയാ? ദൂരെയൊന്നും പോകല്ലേ കേട്ടോ എന്ന് മുത്തശ്ശി പറഞ്ഞിരിക്കും. അപ്പോൾ ഋതിക പറയാ ഇല്ല മുത്തശ്ശി, എങ്കിൽ ശരി, ഇരുട്ടുന്നതിന് മുമ്പേ തിരികെ എത്തണം എന്ന് മുത്തശ്ശി പറയൂ അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പൂരിപ്പിക്കാം കേട്ടോ. അടുത്തത് പ്രവർത്തനം 8 നന്നായി വളരാൻ. നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് സ്മൈലി വരയ്ക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നല്ല ആരോഗ്യത്തിന് നമ്മൾ കഴിക്കേണ്ട ആഹാര സാധനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ പാലാണ്. അതിന് സ്മൈലി വരയ്ക്കണം അല്ലേ. പാല് വേണ്ടതാണല്ലോ. അവിടെ വട്ടത്തിൽ സ്മൈലി വരച്ചു കൊടുക്കുക. അടുത്തത് കണ്ടോ, ഫ്രൂട്ട്സ് ആണ് അല്ലേ, പഴങ്ങളാണ്. അതിനും നമ്മൾ സ്മൈലി വരയ്ക്കുക. അടുത്തത് എന്താണ്? ഷവർമയാണ് തന്നിരിക്കുന്നത് അല്ലേ. അത് നല്ല ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണമാണോ? അല്ലല്ലോ. അപ്പോൾ അതിന് വരച്ചു കൊടുക്കണ്ട. അടുത്തത് ഐസ്ക്രീം ആണ്, അതുമല്ല. അടുത്തത് എന്താണ്? പച്ചക്കറികളാണ് അല്ലേ. അത് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ സ്മൈലി വരയ്ക്കുക. പിന്നെ ഗോതമ്പ്, അരി, അതിനും സ്മൈലി വരച്ചു കൊടുക്കുക. അടുത്തത് പാല്, മുട്ട, ഇറച്ചിയൊക്കെയാണ് അല്ലേ. സ്മൈലി വരച്ചു കൊടുക്കുക. അടുത്തത് എന്താണ്? കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പഴം തന്നിട്ടുണ്ട്, പിന്നെ പൈനാപ്പിൾ ആണ്, അടുത്തത് ബർഗർ ആണ്, പിന്നെ ആപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട് അല്ലേ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ബർഗർ ആണ് അല്ലേ. വട്ടത്തിലാക്കുക കേട്ടോ. അടുത്തത് പ്രവർത്തനം 9 കഥ എഴുതാം എന്നാണ് അല്ലേ. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഋതിക ഒരു പെൻസിലിന്റെ ചിത്രം വരയ്ക്കുന്നതാണ്. ആ പെൻസിലിൽ കണ്ടോ കണ്ണുണ്ട്, വായുണ്ട് അല്ലേ, ചിറകുകളെല്ലാം ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചിത്രം നോക്കിയിട്ട് നിങ്ങളുടെ ആശയത്തിനനുസരിച്ചിട്ട് ഒരു കഥ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ദിവസം ഋതിക ചായം കൊണ്ട് ചുമരിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഒരു വലിയ പെൻസിലിന്റെ ചിത്രമാണ് അവൾ വരച്ചത്. അവൾ ആ പെൻസിലിന് വായയും കണ്ണുകളും ചിറകുകളും വരച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ പെൻസിൽ ചിറകടിച്ച് പറക്കാൻ ഒരുങ്ങി. പെൻസിൽ ഋതികയോട് ഒരു സവാരിക്ക് വരുന്നോ എന്ന് ചോദിച്ചു. അത്ഭുതപ്പെട്ട ഋതിക ശരി എന്ന് പറഞ്ഞ് പെൻസിലിൽ കയറിയിരുന്നു. ഋതികയെയും കൊണ്ട് പെൻസിൽ പറന്നു പൊങ്ങി. താഴേക്ക് നോക്കി കാഴ്ചകൾ ഋതിക ആസ്വദിച്ചു. കുറച്ചു നേരത്തിനു ശേഷം ഋതികയെയും കൊണ്ട് പെൻസിൽ മടങ്ങിയെത്തി. ഋതികയ്ക്ക് വളരെ സന്തോഷമായി. അവൾ പെൻസിലിനോട് നന്ദി പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെറുതാക്കിയിട്ട് ഒരു കഥ എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ടു നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെഴുതാം? ഋതിക വരച്ച അത്ഭുത പെൻസിൽ എന്നെഴുതാം, അല്ലെങ്കിൽ ഋതികയുടെ പെൻസിൽ എന്നെഴുതാം. അടുത്ത ക്ലാസ്സിൽ നമുക്കപ്പോൾ ഇൻ്റഗ്രേഷൻ ഡേ 3 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം. ഓക്കെ, ബൈ.